എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു ചെറിയൊരു കാര്യം പറയാം. അതായത് നമുക്കൊക്കെ ഒരു വ്യക്തിത്വമുണ്ട് അല്ലേ? നമ്മുടെ കാഴ്ചപ്പാടുകളുമായും നമ്മുടെ ചിന്തകളുമായും നമ്മുടെ നിലപാടുകളുമായിട്ടുമൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് നമ്മുടെ വ്യക്തിത്വം എന്ന് പറയുന്നത്. എന്നാൽ പലപ്പോഴും നമ്മുടെ വ്യക്തിത്വം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നഷ്ടപ്പെടുത്താറുണ്ട്. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വം മാറ്റിവെക്കാറുണ്ട്. എപ്പോഴാണെന്നറിയാം, നമുക്ക് ഒരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, നമുക്കൊരു കാര്യം പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്നോർത്ത് നമ്മളത് പറയാതിരിക്കുന്നു, ചെയ്യാതിരിക്കുന്നു. അവിടെ നഷ്ടമാകുന്നത് നമ്മുടെ വ്യക്തിത്വം തന്നെയാണ്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുമോ എന്നോർത്ത് നമ്മളൊരു കാര്യം പറയാതിരിക്കുകയും ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ അപ്പോഴും നമുക്ക് നമ്മുടെ വ്യക്തിത്വം നഷ്ടമാകുന്നുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ കാഴ്ചപ്പാടുകളും നിലപാടുകളും തീരുമാനങ്ങളും മാറ്റിവെക്കുന്നിടത്ത് നമ്മുടെ വ്യക്തിത്വം നഷ്ടമാവുകയല്ലേ? വ്യക്തിത്വം നഷ്ടമായാൽ പിന്നെ ജീവിതത്തിന് എന്ത് ഭംഗിയാണ് നമുക്ക് ഉണ്ടാക്കാനാവുക? ഓരോ മനുഷ്യനും അവനവൻ്റേതായിട്ടുള്ള ഒരു വ്യക്തിത്വമുണ്ട്. എനിക്ക് എൻ്റേതായിട്ടുള്ള വ്യക്തിത്വമുള്ളതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു വ്യക്തിത്വമുണ്ട്. അത് മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കാനുള്ളതല്ല. നിങ്ങളുടെ തീരുമാനങ്ങൾ, നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ ഇതൊക്കെ കൂടിച്ചേരുന്നിടത്താണ്, നിങ്ങളുടെ നിലപാടുകൾ ഇതൊക്കെ കൂടിച്ചേരുന്നിടത്താണ് നിങ്ങളെന്ന വ്യക്തി രൂപപ്പെട്ട് കിടക്കുന്നത്. അതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങളുടേതായിട്ടുള്ള വ്യക്തിത്വത്തിലൂടെ നിങ്ങളുടെ കഴിവുകളും നിങ്ങളുടെ ഇഷ്ടങ്ങളും നിങ്ങളുടെ തീരുമാനങ്ങളും ഒക്കെ നടപ്പിലാക്കപ്പെടുന്നത്. അതല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ വ്യക്തിത്വം അവിടെ മറഞ്ഞു കിടക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ജീവിതത്തിൽ വിജയിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളതല്ല. നമ്മൾ ചെയ്യുന്നതെല്ലാം ശരിയാവണമെന്ന നിർബന്ധമൊന്നുമില്ല. പക്ഷേ നമുക്ക് ശരിയെന്ന് തോന്നുന്ന വഴികളിലൂടെ സഞ്ചരിക്കാൻ കഴിയുമ്പോഴാണ് നമുക്കൊരു വ്യക്തിത്വം ഉണ്ടാകുന്നതും ആ വ്യക്തിത്വം നമ്മുടെ ജീവിതത്തെ സഹായിക്കുന്നതും. പലപ്പോഴും പല ആളുകളും ചെയ്യുന്നത് മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്നോർത്ത്, അല്ലെങ്കിൽ നമ്മൾ പറയുകയോ ചെയ്യുകയോ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ എന്നോർത്ത് നമ്മുടെ യഥാർത്ഥ കാഴ്ചപ്പാടുകളും ചിന്തകളും തീരുമാനങ്ങളും നിലപാടുകളുമൊക്കെ അങ്ങനെ ഒതുക്കി വെക്കും. എന്നിട്ട് മറ്റുള്ളവർ പറയുന്നത് പോലെ ഇങ്ങനെ ജീവിച്ചു പോവും. നമ്മളൊരു പക്ഷേ ആരുമാകാതെ പോകുന്നതും അതുകൊണ്ടൊക്കെ ആയിരിക്കാം. അവനവൻ്റെ ഇഷ്ടങ്ങളിലൂടെ ജീവിക്കാനാവണമെങ്കിൽ അവനവൻ്റെ തീരുമാനങ്ങളിലൂടെയും അവനവൻ്റെ കാഴ്ചപ്പാടുകളിലൂടെയും സഞ്ചരിക്കാനാവണം. അതുകൊണ്ട് മറ്റുള്ളവർ എന്തും പറയട്ടെ, മറ്റുള്ളവർ എങ്ങനെയും ഉൾക്കൊള്ളട്ടെ, നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന വഴികളിലൂടെ നിങ്ങൾ ജീവിക്കാൻ പഠിക്കുക. അവനവൻ്റെ വ്യക്തിത്വം ആർക്കു വേണ്ടിയും മാറ്റിവെക്കാതെ മുന്നോട്ട് പോകാനാവുക. അതുപോലെ തന്നെ നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യവും പറയാനോ ചെയ്യാനോ ആവില്ല. ഓരോ മനുഷ്യനും വ്യത്യസ്തനാണ് എന്നതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ രണ്ടു തരത്തിൽ കാണാൻ ആളുകളുണ്ട്. ശരിയാണെന്ന് പറയാനും തെറ്റാണെന്ന് പറയാനും. വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ. ആ വിമർശനങ്ങളിൽ നിന്നും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതോടൊപ്പം നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചേർത്ത് പിടിക്കാനും ആളുകളുണ്ടാകും. അവർക്ക് വേണ്ടി വീണ്ടും വീണ്ടും സംസാരിച്ചു കൊണ്ടേയിരിക്കുക, വീണ്ടും വീണ്ടും കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മൾ കുറെ കൂടി അടയാളപ്പെടും, നമ്മുടെ വ്യക്തിത്വം കുറെ കൂടി മനോഹരമാകും. മറിച്ച് യഥാർത്ഥ വ്യക്തിത്വം മാറ്റിവെക്കുന്ന ഏതൊരാൾക്കും ജീവിതത്തിൽ വലിയ വെല്ലുവിളികളെ നേരിടേണ്ടി വരും എന്ന് മാത്രമല്ല, വിജയിക്കുവാനുള്ള സാധ്യതയും വളരെ കുറവാണ്. അതുകൊണ്ട് അവനവൻ്റെ വ്യക്തിത്വം ആർക്കു മുന്നിലും പണയപ്പെടുത്താതിരിക്കുക. ഉറച്ച തീരുമാനങ്ങളും ഉറച്ച നിലപാടുകളും ഉറച്ച കാഴ്ചപ്പാടുകളും വ്യക്തമായ കാഴ്ചപ്പാടുകളും നിലപാടുകളും ഒക്കെയുള്ള ഒരു മനുഷ്യനായിട്ട് ഒരാൾക്ക് ജീവിക്കാൻ കഴിയുമ്പോഴാണ് അയാൾ ശക്തനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറുന്നത്. അയാളുടെ ജീവിതത്തിലെ ഏതൊരു കാര്യവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നത് തൻ്റേതായിട്ടുള്ള ചിന്തകളും കാഴ്ചപ്പാടുകളും നിലപാടുകളും ജീവിതത്തിൽ നടപ്പിലാക്കുമ്പോൾ മാത്രമാണെന്ന് നമ്മൾ അറിയുക. എല്ലാവരെയും തൃപ്തിപ്പെടുത്താനും എല്ലാവർക്കും ഉൾക്കൊള്ളുന്ന ഒരു ഭാഷ സംസാരിക്കുവാനും വെറുതെ നമ്മൾ ശ്രമിച്ച് സമയം കളയേണ്ടതില്ല. അങ്ങനെ ആർക്കും സാധ്യമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. എല്ലാവരും വ്യത്യസ്തരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും അതുപോലെ തന്നെ സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്നത് വ്യത്യസ്തമായ രീതിയിലാണ്. ആ സ്വാതന്ത്ര്യം അവർക്ക് വിട്ടുകൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് പറയാനുള്ളതും നിങ്ങൾക്ക് ചെയ്യാനുള്ളതും
ഇവിടെ പറയുകയും ചെയ്യുകയും ചെയ്തുകൊണ്ട് തൻ്റെതായ വ്യക്തിത്വത്തിലൂടെ ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ മെല്ലെ മെല്ലെ ജീവിതത്തിൽ വിജയിച്ചു വരുന്നതും വലിയ വലിയ നേട്ടങ്ങളുടെ ഭാഗമാകുന്നതും സ്വയം കാണാനാവും. എല്ലാവർക്കും അതിന് കഴിയട്ടെ. മറ്റൊരു പുതിയ വീഡിയോയിൽ നല്ലൊരു സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.